3 നിലകളിൽ നക്ഷത്ര മത്സ്യത്തിൻ്റെ മാതൃകയിൽ മധ്യത്തിൽ നിന്നും 7ആയി പിരിഞ്ഞു വിന്യസിച്ചിരിക്കുന്ന ബൃഹത് നിർമ്മിതി. മരണവും ഏകാന്തതയും തളം കെട്ടി നിൽക്കുന്ന 698 ചെറു സെല്ലുകൾ. അനന്തമായ കടലിലേക്ക് ഉറ്റുനോക്കുന്ന 4-ാം നിലയിലെ വാച്ച് ടവർ. പറഞ്ഞു വരുന്നത് കാലാപാനി എന്ന് തടവുകാർ വിശേഷിപ്പിച്ച ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയറിലുള്ള സെല്ലുലാർ ജയിലിനെ പറ്റി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ചെറുത്തുനിൽപ്പുകളിലൂടെ പോരാടിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ രാഷ്ട്രീയ തടവുകാരായി പാർപ്പിക്കാനാണ് 1896-നും 1906-നും ഇടയിൽ ബ്രിട്ടീഷുകാർ ആൻഡമാൻ നിക്കോബാറിൽ പോർട്ട് ബ്ലെയറിൽ സെല്ലുലാർ ജയിൽ സ്ഥാപിക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിച്ചതിന് നാടുകടത്തപ്പെട്ട തടവുകാരെയാണ് ജയിലിൻ്റെ നിർമ്മാണത്തിനായി നിയോഗിച്ചതും. ഏകാന്ത തടവിന് വേണ്ടിയുള്ള കൊച്ചു സെല്ലുകൾ മാത്രമാണ് ഈ ഒരു ജയിലിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സെല്ലുലാർ ജയിലെന്ന് വിളിച്ചതും. ജയിലർമാർക്കുള്ള താമസ സൗകര്യവും ഈ കെട്ടിട സമുച്ചയത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. തടവിലാക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ പുറം ലോകവുമായി ആശയവിനിമയം നടത്തുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിന് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും ബഹുദൂരം അകലെ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഇത്തരമൊരു സെല്ലുലാർ ജയിൽ സംവിധാനം അനിവാര്യമായി തോന്നി. 2-ാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻ ആൻഡമാൻ നിക്കോബാർ കീഴടക്കിയപ്പോൾ ബ്രിട്ടീഷ് തടവുകാരെ പാർപ്പിക്കുന്നതിനായി അവരും ഈ സെല്ലുലാർ ജയിലിനെ ഉപയോഗപ്പെടുത്തുകയുണ്ടായി. സ്വാതന്ത്ര്യാനന്തരം 1979-ലാണ് സെല്ലുലാർ ജയിലിനെ ഒരു നാഷണൽ മെമ്മോറിയലായി പ്രഖ്യാപിച്ചത്.